ഇന്നത്തെ എപ്പിസോഡിൽ ഒരു അടിപൊളി സീനുണ്ടായിരുന്നു. സ്റ്റാൻലി അലീനയെയും കൂട്ടി അപ്പച്ചനോടൊപ്പം തൻ്റെ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഫാക്ടറിക്ക് വേണ്ടി തോടിൽ അണകെട്ടി ചെക്ക് ഡാം പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, ഈ ചെക്ക് ഡാം പണിതാൽ കുടിവെള്ളക്ഷാമമൊക്കെ ഉണ്ടാകില്ലേ? അപ്പോൾ നാട്ടുകാരൊക്കെ എതിർത്തില്ലേ? നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെക്ക് ഡാമിനോട് ചേർന്ന് ഒരു കുടിവെള്ള പദ്ധതിയും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ പാർട്ടിക്കാർക്കും നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം കൈക്കൂലി കൊടുത്ത് എല്ലാവരെയും ഒതുക്കി. അങ്ങനെ ഞാൻ ചെക്ക് ഡാം പണിയാനുള്ള അനുമതി വാങ്ങിയെന്ന് പറഞ്ഞു. ഏതൊരു പദ്ധതി വന്നാലും അതിനെ എതിർക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടാകുമെന്ന് സ്റ്റാൻലി പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അതൊക്കെ ജനങ്ങൾക്ക് ഉപകാരമുള്ള പദ്ധതികളല്ലേ, പക്ഷേ ഈ ചെക്ക് ഡാം വരുന്നത് കൊണ്ട് ആർക്കാണ് ലാഭം? ഒരേ ഒരാൾക്ക് മാത്രം. ഉടനെ സ്റ്റാൻലി ചോദിച്ചു, നീ കമ്മ്യൂണിസ്റ്റുകാരിയാണോ? ഏതാ നിന്റെ പാർട്ടി? ആരാ നിന്റെ നേതാവ്? അപ്പോഴാണ് അലീനയുടെ കിടിലം മറുപടി, എൻ്റെ നേതാവ് യേശുവ, ലോകത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ. സ്റ്റാൻലി അങ്ങ് ഐസായിപ്പോയി. വല്യപ്പച്ച ഇത് കേട്ട് ചിരിയോട് ചിരി. സ്റ്റാൻലി ദേഷ്യപ്പെട്ട് ജീപ്പിനടുത്തേക്ക് വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാൻലിക്ക് വലിയ ദേഷ്യം വന്നു. നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചത്. അലീന സ്റ്റാൻലിയുടെ കൈയുടെ മുകളിൽ അലീനയുടെ കൈ വച്ചു. എന്നിട്ട് ആ കൈ രണ്ട് കൈകൾക്കും അകത്താക്കി പിടിച്ചു. സ്റ്റാൻലി പെട്ടെന്ന് തണുത്തു. കണ്ണടയൂരി അലീനയുടെ മുഖത്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചെക്ക് ഡാം പണിയുന്നില്ല, പോരെ? അത് കേട്ട് അലീനയ്ക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല. സങ്കടവും സന്തോഷവും എല്ലാം അലീനയുടെ മുഖത്ത് മാറി മാറി വന്നു.